നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന വീഡിയോ സീരീസിൽ പുതിയ വീഡിയോയിൽ നമ്മളൊന്ന് ഒന്നിച്ച് പഠിക്കാൻ പോണത് എന്താണ് ആക്റ്റീവ് ഫണ്ട്, എന്താണ് പാസീവ് ഫണ്ട് എന്നതിനെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് ബേസിക് ഓഫ് ഷെയർ മാർക്കറ്റ് എന്ന വീഡിയോ സീരീസിൽ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പ്ലേ ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ട് അതിന് ലിങ്ക് മുകളിൽ കൊടുക്കുക, അതിന് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് ആക്റ്റീവ് ഫണ്ട്, എന്താണ് പാസീവ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആക്റ്റീവ് ഫണ്ടിനെ സംബന്ധിച്ചോളം ആക്റ്റീവ് ഫണ്ടിൽ ഒരു ആക്റ്റീവായിട്ട് മാനേജർ ഉണ്ടാവും, ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ ഫണ്ട് മാനേജർ അദ്ദേഹത്തിൻ്റെ അനലൈസ് ബേസ് ചെയ്തിട്ട് ഷെയറുകളും അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിക്കോട്ടെ വാങ്ങുകയും വിൽക്കുകയും എപ്പോഴും ആക്റ്റീവായിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് പല ടൈപ്പായിട്ട് അവർ ചെയ്യും. അവർ ഫോക്കസ് ചെയ്യണത് ഒരു ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. എന്താണ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡെക്സ് നിഫ്റ്റി 50 ഒരു ബെഞ്ച് മാർക്കാണ്. നിഫ്റ്റി 50 50 കമ്പനികൾ അടങ്ങിയ നിഫ്റ്റി 50 ഒരു ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യും. അതുമാതിരി BSE സെൻസസ് ഒരു ബെഞ്ച് മാർക്കാണ്. സ്മോൾ ക്യാപ് 250, മിഡ് ക്യാപ് എല്ലാം ഓരോ ബെഞ്ച് മാർക്കാണ്. അതുപോലെ എല്ലാത്തിനും ഒരു, അഥവാ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും. ആ ബെഞ്ച് മാർക്ക് ബേസ് ചെയ്തിട്ട് ആ കമ്പാരിസൺ ചെയ്തിട്ടാണ് അതിൻ്റെ ബെഞ്ച് മാർക്കിങ്ങായിട്ട് പെർഫോമൻസ് കൂടുതലാണോ കുറവാണോ എന്ന ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ഫണ്ട് സെലക്ട് ചെയ്യണത്. എല്ലാവരും നമ്മൾ നോക്കിക്കാണുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം ആ ഒരു ഫണ്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ബെഞ്ച് മാർക്കിനെക്കാട്ടി പെർഫോമൻസ് കൂടുതലാണോ അണ്ടർ പെർഫോമൻസ് ആണോ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജർ അദ്ദേഹത്തിൻ്റെ നോളജ് ബേസ് ചെയ്തിട്ട് അനലൈസ് ബേസ് ചെയ്തിട്ട് ഈ പല ഷെയറുകളും ഷഫിൾ ചെയ്യും. അനലൈസ് ബേസ് ചെയ്ത് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അത് ചില മൂപ്പര് വിചാരിക്കുന്ന ബാങ്കിങ് സെക്ടർ ഈ വർഷം നന്നായി പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിൽ അലോക്കേഷൻ കൂട്ടും. അതേസമയം ഫാർമയിൽ കുറവായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അലോക്കേഷൻ കുറയ്ക്കും. അതുമാതിരി എല്ലാ സെക്ടർ വൈസും അലോക്കേഷൻ ചെയ്യും. മൊത്തം ഈ അവർ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓരോ മ്യൂച്വൽ ഫണ്ടും ഓരോ സ്കീമുണ്ടാവും. അഥവാ മിഡ് ക്യാപ്പ് ആണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഫോക്കസ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്, ലാർജ് ക്യാപ്പ് ആണെങ്കിൽ ലാർജ് ക്യാപ്പായിട്ട് ഫോക്കസ് ചെയ്യുക. അതുമാതിരി മൾട്ടി ക്യാപ്പ് ആണെങ്കിൽ ഈ മൂന്നും മിക്സ് ചെയ്തിട്ട് ലാർജ് സ്മോൾ മിഡ് മിക്സ് ചെയ്തിട്ടായിരിക്കും അലോക്കേഷൻ വരിക. അപ്പോൾ ഈ ഫണ്ട് മാനേജേഴ്സ് അവരുടെ അനലൈസ് ബേസ് ചെയ്തിട്ട് അലോക്കേഷൻ ചെയ്യും. ഇത് ആക്റ്റീവ് ഫണ്ടിൽ ഫണ്ട് മാനേജ് കൂടുതൽ വർക്ക് ലോഡാണ്. ഈ വർക്ക് ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആക്റ്റീവ് ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. അതേസമയം പാസീവ് ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പാസീവ് ഫണ്ടിനെ സംബന്ധിച്ചോളം ഫണ്ട് മാനേജർ പ്രത്യേകിച്ച് വർക്കില്ല. ഫണ്ട് മാനേജറിന് ഈ ഇൻഡെക്സ് ഏതാണ് ഇൻഡെക്സ്, അഥവാ ഒരു ബെഞ്ച് മാർക്ക് പറഞ്ഞല്ലോ, ബെഞ്ച് മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ പാസീവ് ഫണ്ട് ഉള്ളത്. ആ ബെഞ്ച് മാർക്ക് ഏതാണ് ഉള്ളത്, ഏത് ഫണ്ട് ആണോ, ഇപ്പം നോക്കിയാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ലാർജ് ക്യാപ് ഫണ്ടാണെങ്കിൽ അത് കമ്പയർ ചെയ്യണത് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെക്സ് ഉള്ള നിഫ്റ്റി 50 ഷെയറുകളായിരിക്കും ഇൻഡെക്സ് ഫണ്ടിലുള്ളത്. നിഫ്റ്റി 50 ഷെയറുകളായിരിക്കും ഇൻഡെക്സ്. അതിൽ എത്രയാണ് അലോക്കേഷൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിഫ്റ്റി 50 ഉള്ളത്, അതിൻ്റെ അഥവാ ഒരു മിറർ, ഒരു കണ്ണാടി പോലെ അതിലെങ്ങനെയാണ് ഉള്ളത് അതങ്ങനെ കോപ്പി പ്രതിപാദിക്കുന്നതാണ് ഇൻഡെക്സ് ഫണ്ട്. അതേമാതിരി സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ട് ആകുമ്പോൾ ആ സ്മോൾ ക്യാപ്പിൽ എങ്ങനെയാണോ ഇൻഡെക്സിലുള്ളത് അതങ്ങനെ പ്രതിപാദിക്കുന്നതാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഈ ഇൻഡെക്സ് ഫണ്ടുകളാണ് പാസീവ് ഫണ്ടുകൾ. അതെന്തുകൊണ്ട് കഴിഞ്ഞാൽ അതിൽ ആക്റ്റീവായിട്ട് ഫണ്ട് മാനേജർ പ്രത്യേകിച്ച് റോളില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഡെക്സ് ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. അഥവാ പാസീവ് ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. ആക്റ്റീവ് ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ പാസീവ് ഫണ്ടിലെ എക്സ്പെൻസ് റേഷ്യോ, ഒരു പാസീവ് ഫണ്ടിൽ ഒരു 0.2 തൊട്ട് 0.7 വരെ ആയിരിക്കും മാക്സിമം സാധാരണ ഒരു ആവറേജ് ബേസ് ചെയ്ത് എക്സ്പെൻസ് റേഷ്യോ വരിക. അതേസമയം ആക്റ്റീവ് ഫണ്ടിൽ ഫണ്ട് മാനേജ് നല്ല വർക്ക് ഉണ്ട്. അതെപ്പോഴും അവർ ആക്റ്റീവായിട്ട് ഫണ്ടുകൾ ഷഫിൾ ചെയ്തിട്ട് ബൈയിങ് സെല്ലിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ
കൂടുതലായിരിക്കും. അത് സാധാരണഗതിയിൽ 1% തൊട്ട് 3% ആക്റ്റീവ് ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ വരും. പാസീവ് ഫണ്ടിൽ ഒരു ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബൈ ആൻഡ് ഹോൾഡർ, പിന്നെ അവർ അത് ആ ഇൻഡെക്സിൽ, ഇപ്പോൾ നിഫ്റ്റി 50 നമ്മൾ പറഞ്ഞല്ലോ, നിഫ്റ്റി 50-ലാണെങ്കിൽ ആ ഇൻഡെക്സ് ഫണ്ട് ആയതുകൊണ്ട് ആ ഇൻഡെക്സിൽ എന്തെങ്കിലും ഒരു കമ്പനി ആഡ് ചെയ്യുകയോ ഏതെങ്കിലും കമ്പനി പോയി വേറെ കമ്പനി വരികയും ചെയ്യും. മാത്രം തന്നെ ആ പോകുന്ന കമ്പനി സെല്ല് ചെയ്തിട്ട് വരുന്ന കമ്പനി ആഡ് ചെയ്യുക. ആ ഒരു ജോലി മാത്രമേ, അത് ഓട്ടോയിൽ ചെയ്യുന്നതാണ്. അത് മാത്രമാണ് പാസീവ് ഫണ്ടിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാസീവ് ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. ബൈ ആൻഡ് ഹോൾഡാണ് പാസീവ് ഫണ്ടുകൾ ചെയ്യുക. ആക്റ്റീവ് ഫണ്ടിൽ എപ്പോഴും അത് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂടുന്നത്. ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ഉദാഹരണമാണ് മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് ഫണ്ട്, മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 FOX സ്കീം ഇൻഡെക്സ് ഫണ്ട്, ആക്സിസ് നിഫ്റ്റി 100 ഇൻഡെക്സ് ഫണ്ട്, ബന്ധൻ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്. ഇതെല്ലാം UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്. ഇതെല്ലാം ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ഉദാഹരണമാണ്. ഇൻഡെക്സ് ഫണ്ട് മാനേജേഴ്സിന് പ്രധാനമായിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് ട്രാക്കിംഗ് എറർ ചെക്ക് ചെയ്യുക, മാക്സിമം ട്രാക്കിംഗ് എറർ കുറയ്ക്കലാണ് ഇൻഡെക്സ് ഫണ്ട് മാനേജേഴ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ജോലിയായിട്ടുള്ളത്. ട്രാക്കിംഗ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സും ഫണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് കുറയ്ക്കുക, ആ എറർ കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പാസീവ് ഫണ്ട് എന്താണെന്നും ആക്റ്റീവ് ഫണ്ട് എന്താണെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.